സുന്നികൾ ഐക്യപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാനസികമായിക്കൊണ്ടുള്ള പരസ്പരം സഹകരിക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. സാങ്കേതികപരമായ ചില വിഷയങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കപ്പെട്ട ലയിക്കാവുന്നതേ ഉള്ളൂ. സമ്പൂർണ്ണമായിക്കൊണ്ട് ലയനം വേണം. പക്ഷെ ഇവിടെ ലയനവും ഐക്യവും ഒക്കെ പറയുമ്പോഴും ഇവിടെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിൽ ബന്ധപ്പെടണ്ട എന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം ഇതിൽ സഹകരിക്കേണ്ട എന്നോ പറയുന്നത് വീണ്ടും ഒരു പിളർപ്പിലേക്കുള്ള ഒരു ധ്വനിയാണ്. അതുണ്ടാകാൻ പാടില്ല. സുന്നികൾ ലയിക്കുന്ന സമയത്ത് പാണക്കാട് കുടുംബവും അതിന്റെ അവർ നിർവഹിക്കേണ്ട നേതൃത്വപരമായ പങ്ക് അവർ തന്നെ നിർവഹിക്കണം. അത് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് സമ്പൂർണ്ണ ലയനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പ്രഖ്യാപനവും അതിനൊരു മധ്യസ്ഥനുമാവും ഉണ്ടാവേണ്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്ദങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ ഇന്ന് പാണക്കാട് വലിയ തങ്ങൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ്ദങ്ങളാണ്. അദ്ദേഹത്തെ മധ്യസ്ഥനാക്കുകയോ ആക്കാതിരിക്കുകയോ അതൊക്കെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിർവഹിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലയനം കേരള സുന്നികൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്നതല്ല. അവർ കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ലയനമാണ് കേരളത്തിലെ സുന്നി കേരളം ആഗ്രഹിക്കുന്നത്. നാസിർ ഫൈസി കൂടത്തായി ഇന്ന് റിപ്പോർട്ട് ചാനലിന് ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. സുന്നി ഐക്യം ലയനമാണ് ആവശ്യം, ലയിച്ചു ചേരണം, പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ പോകണം. നാസിർ ഫൈസി കൂടത്തായി ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ ഈ പറഞ്ഞത്, അതോ എന്തെങ്കിലും ഉള്ളില് വല്ല കുൽസിത വഴികളും ചിന്തിച്ചിട്ടാണോ പറഞ്ഞത്? ഐക്യം ആവശ്യമാണ്, പക്ഷെ നിങ്ങൾ പറയുന്ന ഐക്യമല്ല ഇവിടെ സമസ്തയുടെ വലിയ നേതാക്കളും ഇരുവിഭാഗം നേതാക്കളും ചിന്തിക്കുന്നത്. ഐക്യത്തോടുകൂടെ സുന്നികൾ മുന്നോട്ട് പോവുക എന്നതാണ്. പിന്നെ പാണക്കാട് കുടുംബത്തെ കൂട്ടണം നേതൃത്വം. പാണക്കാട് കുടുംബം എന്തിനാണ് അവരൊക്കെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? സമസ്ത എന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയാണ്. ബിദഈ കക്ഷികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ വേണ്ടി കഴിഞ്ഞകാല മഹത്തുക്കളായ ആളുകൾ ഉണ്ടാക്കിയ സംഘടനയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾമാരെന്നൊക്കെ പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിന്റെ നേതാക്കളായതുകൊണ്ട് അവരെല്ലാവരും പരിപാടിക്കും പങ്കെടുക്കണം. വഹാബികളുടെ പരിപാടിക്കും പോകണം, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്കും പോകണം, മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം പരിപാടിക്ക് അവർ പോകണം. കാരണം അവരുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ അവരെ കുറിച്ചിടത്തോളം അതൊക്കെ അത്യാവശ്യമാണ്, പോകാതിരിക്കാൻ കഴിയില്ല. വഹാബി മരിച്ചാലും അവിടെ എത്തേണ്ടി വരും, മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അവര് സമസ്തക്ക് നേതൃത്വം വഹിക്കാനും അവരിതിലിടപെടാനും എന്തിനാണ് വെറുതെ അവരെ വലിച്ചഴക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇരു നേതാക്കളും ചിന്താശേഷിയുള്ള നല്ല പണ്ഡിതന്മാരാണ്. അവർ രണ്ടുപേരും പറഞ്ഞു തീർക്കേണ്ട കാര്യത്തിലേക്ക് തങ്ങന്മാരൊക്കെ വലിച്ചഴക്കേണ്ട കാര്യമുണ്ടോ? ഉള്ളിൽ നല്ല ആത്മാർത്ഥമായിട്ടാണോ അങ്ങത് പറഞ്ഞതെങ്കിൽ അതൊന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.